മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേഷൻ നോക്കാം. ലൈവിൽ സ്വേച്ഛാധിപതികൾ പണി തുടങ്ങിയെന്നൊരു സംശയമുണ്ട്. വേറൊന്നുമില്ല, ഈ ആഴ്ചത്തെ പണിപ്പുര ടാസ്ക് വന്നിരിക്കുകയാണ്. ഈ തവണ പണിപ്പുരയിൽ കയറാൻ സാധിക്കുന്നത് സ്വേച്ഛാധിപതികളായ ജിസേലിനും നെവീനും മാത്രമാണ്. കൂടാതെ ഇവർക്ക് ഇവരുടെ സ്വന്തം വസ്ത്രങ്ങൾ മാത്രമാണ് പണിപ്പുരയിൽ നിന്നും എടുക്കാൻ സാധിക്കുന്നത്. ഫുഡ് ഐറ്റംസ് ഇവർക്ക് എടുക്കാം, പക്ഷേ അത് മറ്റുള്ളവർക്ക് കൊടുക്കണോ വേണ്ടയോ എന്നത് ഇവരുടെ മാത്രം ഇഷ്ടവും തീരുമാനവുമാണ്. ഇവിടെ ബിഗ് ബോസ് കൊടുത്ത ഏറ്റവും വലിയ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ, ഇവർക്ക് അൺലിമിറ്റഡ് ആയിട്ട് എത്ര പോയിന്റിന് വേണമെങ്കിലും സാധനങ്ങൾ എടുക്കാം. പക്ഷേ 20 സെക്കൻഡുകൾ മാത്രമായിരിക്കും ലഭിക്കുന്നത്. 3 റൗണ്ടുകളും ലഭിക്കും. അതെന്തായാലും ഈ സ്വേച്ഛാധിപതികൾക്ക് കിട്ടിയ വലിയൊരു അധികാരമാണ്. ഫസ്റ്റ് റൗണ്ടിൽ തന്നെ ഇവർ പോയി ആവശ്യത്തിലധികം ഫുഡുകൾ എടുത്തുകൊണ്ട് വരുന്നുണ്ട്. കാരണം 20 സെക്കൻഡിലുണ്ട്. രണ്ടുപേരും നല്ല ഫാസ്റ്റായിട്ട് തന്നെ എടുത്തുകൊണ്ട് വരുന്നുണ്ട്. സെക്കൻഡ് റൗണ്ടും തേർഡ് റൗണ്ടും കുറച്ച് ഗ്യാപ്പ് ഇട്ടാണ് നടത്തിയത്. സെക്കൻഡ് റൗണ്ടിലും തേർഡ് റൗണ്ടിലും ഇതുപോലെ തന്നെ ഒരുപാട് ഫുഡ് ഐറ്റംസ് ഇവർ രണ്ടുപേരും കൂടി എടുത്തുകൊണ്ട് വരുന്നുണ്ട്. റൂൾ തെറ്റിച്ചതിൻ്റെ പണിഷ്മെൻ്റ് ആയിട്ട് ജിസേലിൻ്റെ പെട്ടി തിരിച്ച് മുംബൈക്ക് അയച്ചത് കൊണ്ട് തന്നെ ജിസേലിൻ്റെ കോസ്മെറ്റിക്സോ സ്കിൻ കെയറോ ഡ്രസ്സോ ഒന്നും പണിപ്പുരയിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ജിസേൽ മുഴുവനും എടുത്തത് ഫുഡ് ഐറ്റംസ് ആയിരുന്നു. നെവീൻ എടുത്തത് ഫുഡും പിന്നെ നെവീൻ്റെ കുറച്ച് ഡ്രസ്സും കോസ്മെറ്റിക്സും സ്കിൻ കെയർ ഒക്കെ എടുത്തിട്ടുണ്ട്. ഇതിനിടയിൽ അറിയാതെ പണിപ്പുരയിൽ നിന്നും അക്ബറിൻ്റെയും അനുമോളുടെയും കുറച്ച് ഡ്രസ്സുകൾ എടുത്തുകൊണ്ട് വരുന്നുണ്ട്. പക്ഷേ അതൊന്നും ഉപയോഗിക്കാൻ പറ്റില്ലെന്ന് ബിഗ് ബോസ് പറയുന്നുണ്ട്. ഇവരുടെ സ്വന്തം വസ്തുക്കളാണെങ്കിൽ ഇവർക്ക് ഉപയോഗിക്കാം. അൺലിമിറ്റഡ് പോയിന്റ് ആയതുകൊണ്ട് തന്നെ ഇന്ന് ഇവരെടുത്ത എല്ലാ ഫുഡ് ഐറ്റംസും ഇവർക്ക് ഉപയോഗിക്കാമെന്നുള്ളതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. എന്നാൽ സ്വേച്ഛാധിപതിയുടെ അധികാരം ഇവർ ഉപയോഗിക്കുമോ ഇല്ലയെന്ന് കണ്ടറിയണം. ചെറിയ രീതിയിൽ സ്വേച്ഛാധിപതിയുടെ അധികാരം നെവീൻ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട്. കാരണം നെവീൻ പറയുന്നുണ്ട്, ഇതെല്ലാം എൻ്റെ ഫുഡാണ്, ഞാൻ ആർക്കും തരില്ല, അല്ലെങ്കിൽ എൻ്റെ അടിമകളായ 7 പേർക്ക് മാത്രമേ കൊടുക്കുകയുള്ളൂ. അങ്ങനെ 1-2 ടോക്കൊക്കെ നടക്കുന്നുണ്ട്. ആദ്യം തമാശയായിട്ടാണ് പറയുന്നതെങ്കിലും വീണ്ടും വീണ്ടും നെവീൻ അത് ആവർത്തിച്ച് പറയുന്നുണ്ട്, ഞാൻ ആർക്കും തരില്ല എന്ന്. എന്നാൽ ജിസേൽ പറയുന്നുണ്ട്, എനിക്ക് മിൽക്ക് കിട്ടി, ഞാനത് എല്ലാവർക്കും തരാമെന്നൊക്കെ. നെവീൻ ഒരു നല്ല എൻ്റർടൈനർ ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഇത് തമാശയ്ക്ക് തന്നെയാണ് എടുത്തിരിക്കുന്നത്. എന്തായാലും അവർക്ക് ആ അധികാരമുണ്ട്, സ്വേച്ഛാധിപതികളാണ്. വേണമെങ്കിൽ അവർക്ക് ആർക്കും ഫുഡ് കൊടുക്കാതിരിക്കാം. പക്ഷേ ഫുഡിൻ്റെ കാര്യമായതുകൊണ്ട് എല്ലാവരും ഷെയർ ചെയ്ത് തന്നെ കഴിക്കുമെന്ന് കരുതുന്നു. എന്തായാലും നല്ലൊരു പണിപ്പുര ടാസ്ക് ആയിരുന്നു. ഇതിൽ എനിക്കൊരു അഭിപ്രായ വ്യത്യാസമുള്ളത്, ജിസേലിൻ്റെ എന്തെങ്കിലും പണിപ്പുര ടാസ്കിൽ വെക്കാമായിരുന്നു. ഡ്രസ്സോ കോസ്മെറ്റിക്സോ സ്കിൻ കെയറോ എന്തെങ്കിലും. റൂള് തെറ്റിച്ചു, അതുകൊണ്ട് തന്നെയാണ് പണിഷ്മെൻ്റ് ആയിട്ട് പെട്ടി തിരിച്ച് മുംബൈയിലേക്ക് അയച്ചത്. അതൊക്കെ ശരിയാണ്. പക്ഷേ അത് കഴിഞ്ഞിപ്പോൾ 2 ആഴ്ചയായി ജിസേൽ വളരെ ആക്റ്റീവാണ്, എനർജറ്റിക്കാണ്. ടാസ്കിലൊക്കെ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട്. നല്ല രീതിയിൽ ടാസ്ക് കളിച്ച് വിജയിച്ച് തന്നെയാണ് ഇപ്പോൾ സ്വേച്ഛാധിപതി ആയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വിജയിക്കുന്നവർക്ക് അത് ഉപയോഗിക്കാനും കൂടി സാധിക്കുകയായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. എന്തായാലും ഈ ആഴ്ചത്തെ ഒരു പണിപ്പുര ടാസ്ക് കഴിഞ്ഞിരിക്കുകയാണ്. ഒരു വീക്കിൽ 2 പണിപ്പുര ടാസ്കുകളാണ് ഉള്ളത്. അതിൽ 1 എന്തായാലും തകർത്തിട്ടുണ്ട്. കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം.